ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് ഞാൻ നിൽക്കുന്നത് കേട്ടോ. റോഡ് അരികിലാണ് കൂടി എന്താ പറയുക, വളരെ മനോഹരവുമാണ് ഈ ഒരു പ്രദേശം. നല്ല തിരക്കുള്ള സ്ഥലം ഉണ്ടോ. നമ്മൾ പത്തിരിപ്പാല ജംഗ്ഷനും അതിൻ്റെ പരിസരമൊക്കെ നിരവധി പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലേ. എന്തായാലും പത്തിരിപ്പാലയ്ക്ക് പോകുന്ന റോഡാണിത്. നമ്മൾ കോങ്ങാട് നിന്നും പത്തിരിപ്പാലം പോകുന്ന റോഡല്ലേ, റോഡ് മാസ്റ്ററാണ് പോകുന്നത്. ഈ ബസ് നിൽക്കുന്നത് ബസ് സ്റ്റോപ്പ് അല്ലേ, നഗരിപ്പുറം ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നഗരിപ്പുറം ബസ് സ്റ്റോപ്പ് കണ്ടല്ലോ. ഇവിടുന്ന് എത്ര വേണം, ഒരു മിനിറ്റ് തികച്ച് വേണ്ട. ഇവിടെ നിന്ന് നടക്കുക ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ളത്, ആ ബസ് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് പത്തിരിപ്പാലോട്ട് പാലക്കാട്ടോട്ട് ഒറ്റപ്പാലം പോകുന്ന ബസ്സുകളൊക്കെ പോകുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് പത്തിരിപ്പാല ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത്. ഒന്ന് സൂം ചെയ്താൽ കാണാം. കറക്റ്റ് 1 കിലോമീറ്റർ തികയില്ല, അല്ലെങ്കിൽ തികയും, അങ്ങനെ വേണം പറയാൻ. അതായത് പത്തിരിപ്പാലയിൽ നിന്നും ഇങ്ങനെ നടന്ന് വരികയാണെങ്കിൽ നഗരിപ്പുറത്തെത്തും. അപ്പോൾ നഗരിപ്പുറം ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മളുള്ളത്. മണ്ണൂർ പഞ്ചായത്താണ് അല്ലേ, പത്തിരിപ്പാല അതിൻ്റെ പരിസരമൊക്കെ മണ്ണൂർ പഞ്ചായത്ത് പെടുന്നത്. അപ്പോൾ നമ്മൾ ആ പത്തിരിപ്പാലയിൽ നിന്ന് ഈ നഗരിപ്പുറം വരെ നമ്മൾ നിൽക്കുന്നിടം വരെ മുഴുവനും റോഡരികിൽ വീടുകളേക്കാൾ കൂടുതൽ കടകളായിരിക്കും. പൊടി പാറിയ കച്ചവടം നടക്കുന്ന കടമുറികളായിരിക്കും, അല്ലെങ്കിൽ കോഫി ഷോപ്പ്, ഹോട്ടലുകൾ, എന്താ പറയുക, ടീ ആൻഡ് സ്നാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി 11-12 മണി വരെ പൊടി പാറിയ കച്ചവടങ്ങൾ നടക്കുന്നൊരു ഏരിയയാണ് പത്തിരിപ്പാല ടു മണ്ണൂർ വരെ ഏകദേശം. അതിൽ പ്രത്യേകിച്ച് ഈ ഏരിയ നഗരിപ്പുറം വരെ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ പത്തിരിപ്പാലിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു സ്കൂളാണ് കേട്ടോ. നമ്മളിവിടെ ഇതാണ് ഒരു ഗോപികാസോട്ട്, അതിൻ്റെ അപ്പുറത്ത് ഈ വീട് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു സ്കൂളാണ്. സ്കൂൾ കുറേ കാലമായിട്ട് ഇങ്ങനെ അടഞ്ഞു പഴയ സ്കൂളാണ്. ആ സ്കൂളും കഴിഞ്ഞ് അതുപോലെ നഗരിപ്പുറം പത്തിരിപ്പാല KCB ഓഫീസ് ഇവിടെ തന്നെയാണ്, നഗരിപ്പുറത്ത് തന്നെയാണ്. അതും ഒരു ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ പുറത്ത് വരുന്നവർക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്യണമെങ്കിൽ പത്തിരിപ്പാല KCB അടിച്ചാൽ നഗരിപ്പുറം അടിച്ചാൽ കറക്റ്റ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു പത്തിരിപ്പാല കോങ്ങാട് റോഡ് മാത്രമല്ല, നമുക്ക് സൈഡിലൂടെ ഒരു റോഡ് കൂടി പോകുന്നുണ്ട്. അപ്പോൾ 2 ഭാഗവും നമുക്ക് റോഡ് ഫെസിലിറ്റി ഉള്ള ഏതൊരു കമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി. ഇനിയൊരു ലാൻഡ് മാർക്ക് വേണമെങ്കിൽ ഇതാ പറയാം അല്ലേ, തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രം. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ആ വിഷ്ണു ക്ഷേത്രത്തിൽ അതിന് കവാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം അല്ലേ, തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് ഒരു 70 മീറ്റർ ദൂരം കാണിക്കണം. അപ്പോൾ നമുക്ക് 2 വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വഴി കൂടി ഒന്ന് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകും. കുറേ വീടുകളുണ്ട്, ധാരാളം വീടുകൾ, പുറകിലേക്ക് ധാരാളം വീടുകളാണുള്ളത്. ഏതൊരു പ്രോപ്പർട്ടിക്ക് ഒരു കോർണർ പ്ലോട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര സൗകര്യമാണ്. കാരണം ഈ ഭാഗത്തെ റോഡ്, ആ ഭാഗത്തെ റോഡ് അല്ലേ. അപ്പോൾ 2 റോഡ് അങ്ങോട്ട് പോകുമ്പോൾ ധാരാളം വീടുകളാണ്, നിരവധി വീടുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു വീട് എന്നതിലുപരി ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് തരം ബിസിനസ് ആയാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, വിജയിപ്പിക്കാൻ പറ്റും. റോഡിൽ നിന്ന് എടുത്ത് കാല് വയ്ക്കണത് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, പാർക്കിങ്ങിനാണെങ്കിൽ അതിനുള്ള സൗകര്യം, അതല്ലെങ്കിൽ എല്ലാ സൗകര്യവും, ട്രാൻസ്പോർട്ടേഷനാണ് മെയിൻ ഏതൊരു ബിസിനസ്സും വിജയിക്കണമെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ പറമ്പൊക്കെ ഒന്ന് നടന്ന് കാണുമ്പോഴേ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്തായാലും സ്ഥലങ്ങളും പറമ്പ് ഇതെന്നാലും ചെമ്പക മരം, അത് എന്തോ ഒരു മരമാണ്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാലേ, ഒരു 100 വർഷം മുമ്പ് നിർമ്മിച്ചൊരു കിണറാണ് അല്ലേ. അത് കിണർ തന്നെയാവും അല്ലേ. കാരണം ഇന്ന് ടെക്നോളജി എത്ര വളർന്നാലും നമുക്ക് പഴയ കാലത്ത് നിർമ്മിക്കുന്ന കിണറുകളോളം വരുമോ, ഇല്ല എന്നായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും പറയാം. ഇതിൻ്റെ ഒരു പടവ് നോക്കിക്കേ അല്ലേ, വെട്ടുകല്ലാണോ ഇഷ്ടികയാണോ എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ചെറിയ വെട്ടുകല്ല് പോലെയുണ്ട് കാണുമ്പോൾ. അത് കറക്റ്റ് അളവിലല്ലേ, ഒരു നൂലുടെ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചുറ്റിലും നല്ല വട്ട കിണറാണ്. ഏതിപ്പോൾ അറ്റ വേനലാണ് നമ്മൾ നിൽക്കുന്നത്. ഇഷ്ടം പോലെ വെള്ളം നമുക്ക് കാണാൻ കഴിയും. നെല്ലിപ്പല കെട്ടട്ടെ, പണ്ട് കാലത്തെ ഒരു കിണർ ഒഴിക്കുകയാണെങ്കിൽ ആദ്യം നെല്ലിപ്പലക ബുക്ക് ചെയ്യും, എന്നിട്ടാണ് കിണർ കുത്തുക. അപ്പോൾ നെല്ലിപ്പലക ഇട്ട് നിർമ്മിച്ച അടിപൊളി കിണറാണ്. ഈ കിണറിൻ്റെ ആ ഒരു ഗുണം ഈ പറമ്പിലും കാണുന്നുണ്ട് അല്ലേ. ധാരാളം പച്ചപ്പാറ, കുരുമുളകില്ലാത്തൊരു മരം ഇവിടെ കാണാനില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എവിടെ നോക്കിയാലും എല്ലാ മരത്തിലും കുരുമുളകിൻ്റെ ഇലകളും വള്ളികളും കൊടികളൊക്കെ കാണാനുണ്ട്. കുരുമുളക് കായ്ക്കണ സമയത്താണെങ്കിൽ നമുക്ക് ധാരാളം കുരുമുളക് കിട്ടിയായിരുന്നു അല്ലേ. പിന്നെ തെങ്ങേതാ മാവേതൊന്നും അറിയണില്ല, അത്ര ഇടത്തൂർന്നില്ലേ, ഒരു വനത്തിനകത്ത് കയറിയ പോലെ നല്ല തണൽ കിട്ടുന്ന അടിപൊളി പറമ്പാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു വലിയ വീടും പറമ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെ ആക്കിയെടുക്കാൻ കഴിയില്ല. എല്ലാം ഹൈബ്രിഡ് തൈകളായിരിക്കും. നേരെ മറിച്ച് ആ പഴയ കാല തെങ്ങിൻ്റെയും മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ ഗുണം കിട്ടണമെങ്കിൽ ഇനിയൊരു അല്ല ഒരു പുതു തലമുറയ്ക്ക് അതിനൊന്നും യോഗമില്ല. ഒക്കെ ഹൈബ്രിഡ് കൊച്ചു കൊച്ചു തെങ്ങാവും. ഇതിലേക്കൊന്ന് നോക്കിയേ, ഈ തെങ്ങിലെ നാളികേരത്തിൽ നോക്കിയേ, മാഷാ അല്ലാഹ് ഇഷ്ടം പോലെ ഉണങ്ങി നിൽക്കുക. അത്ര നാളികേരം അല്ലേ, കനം തൂങ്ങി ഇങ്ങനെ ആടണത്. അതേപോലെ തന്നെ ഇരട്ട ഒരമ്മ പെറ്റ 2 മക്കളെ പോലെ ഇരട്ട പോലെ നമ്മുടെ തെങ്ങിനോട് ചേർന്നൊരു മാവ് ഇങ്ങനെ പൊരിക്കുന്നതാ, ഇങ്ങനെ പൊരിക്കുന്നു. തെങ്ങിലാണോ മാവിൻ്റെ കൊമ്പ്, മാവിലാണോ തെങ്ങ് എന്ന് നമ്മൾ സംശയിച്ചു പോകും. അങ്ങനെയാണ് നിൽക്കുന്നത്. കാണുന്നില്ല ഇത്? ഓക്കെ, എങ്ങനെ നിൽക്കുന്നത്? മാവ് മാത്രമല്ല കേട്ടോ, അതിൽ മാമ്പഴം ഇഷ്ടംപോലെ ഉണ്ട്. എന്തായാലും മാമ്പഴ വിശേഷമൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഇനി പറമ്പിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോഴേ മാവുണ്ട്, പ്ലാവുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ അത് ഒഴിഞ്ഞ് കിടക്കട്ടെ. അവിടെ വീട് വെക്കണമെങ്കിൽ വീട് വയ്ക്കുക, അതല്ലെങ്കിൽ കട റൂം വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കുക. അത്രയും സ്പേസിൻ്റെ റോഡുണ്ട്. പിന്നെ ഇതൊരു കൊച്ചു തെങ്ങ്, നല്ല ചെന്തങ്ങാണ് കണ്ടിട്ട്. ചെന്തങ്ങാണെങ്കിൽ പറയുക അല്ലേ, കരിക്കൊക്കെ പറിച്ച് കഴിക്കേണ്ടത്. അതൊക്കെ മൂത്ത് വലിയ നാളികേരമായി. അതൊക്കെ എന്താ പറയുക, അരയ്ക്കാൻ പാകത്തിനായി, ആട്ടാൻ പാകത്തിന് കൊപ്രായിട്ടുണ്ടോ അല്ലേ. പിന്നെ ഇവിടെ പ്ലാവ്, ഇതൊരു പ്ലാവ് നിറച്ച് ചക്കയാണ് അല്ലേ. ആരും കണ്ടില്ലേന്നാവില്ല. വിഷു സമയത്തൊക്കെ ഇങ്ങനെ ചക്ക കണ്ട കച്ചവടക്കാരൊന്നും വിടില്ല, അവരപ്പോൾ വന്ന് വില കിട്ടി കൊണ്ടുപോകും. സത്യത്തിൽ ഉടമസ്ഥർ ഇവിടെ താമസിക്കാത്തതുകൊണ്ടേ അവർ ഡൽഹി സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചക്കി മാങ്ങ നിറഞ്ഞ് നിൽക്കുന്നതില്ലേ. ഈ ഒരു പ്ലാവ് കണ്ടോ, ഇവിടെ കമ്പിവേലി ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഇത് വേറെയാണെന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ ഈ കമ്പിവേലിക്ക് അപ്പുറം ഒരു 4 സെൻറ്റ് ഉണ്ട്. ഇതിങ്ങനെ 4 സെൻറ്റ് സെപ്പറേറ്റ് തിരിച്ചിട്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഏകദേശം 1 ഏക്കറോളം സ്ഥലങ്ങൾ ചുറ്റിലും ഉണ്ടായിരുന്നതാണ്. ഒക്കെ കൊടുത്തു. കുടുംബക്കാർ തന്നെ ആയിരിക്കും അടുത്തടുത്തൊക്കെ. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗത്തും നമുക്ക് കോമ്പൗണ്ട് വാളുണ്ട് അല്ലേ, അതിരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്ലാവ് നോക്കിയേ, അല്ലേ, എന്തിനാ 10 എണ്ണം ചോദിക്കും. ഒരെണ്ണം മതിയല്ലേ, മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ചക്കയൊക്കെ കാച്ച് നിൽക്കണേ ഇഷ്ടം പോലെ. അപ്പോൾ ചക്കയ്ക്കൊന്നും വില പറയില്ല കേട്ടോ, അതൊക്കെ വാങ്ങണവർക്ക് ഫ്രീ. ഇപ്പോൾ ഇതൊരു 4 സെൻറ്റ് ഇങ്ങനെ ഹലുവ മുറിച്ചാലും ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് 4 സെൻറ്റ്. അപ്പോൾ അതങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കും ചിലവർ. അത്യാവശ്യമാണെങ്കിൽ കൊടുക്കാം അല്ലേ, 4 സെൻറ്റ്. അല്ലെങ്കിൽ അത് കൂടെ വഴിയുണ്ട്, റോഡുണ്ട്, ധാരാളം വീടുകളൊക്കെ ഉള്ളതാണ്. നല്ല പച്ച തേങ്ങയുണ്ട്, ഉണങ്ങിയ നാളികേരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു കടുത്ത വേനലിലും ഒരു തുള്ളി സൂര്യപ്രകാശം തട്ടിയിട്ട് നമുക്ക് വെയിൽ കൊണ്ടോ വയർത്തൊന്നും പറയില്ല. അത്ര തണുപ്പും തണലുമാണ് ഈ ഒരു പറമ്പിനകത്ത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മരങ്ങളും പഴങ്ങളും തെങ്ങൊക്കെ കൊണ്ട് സമ്പൽ സമൃദ്ധമാണെന്ന് പറയാം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് വാഴകളൊക്കെ ഇങ്ങനെ അங்கே നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീടിൻ്റെ മുകളിൽ പോയാലേ ബസ് റൂട്ട് നിങ്ങൾ മനസ്സിലായില്ലേ. പത്തിരിപ്പാലയിൽ നിന്നും കോങ്ങാട്ടിലേക്ക് പോകുന്ന ബസ്സുകളാണ് ധാരാളം. അതിന് പുറമെ പിന്നെ അമ്പലപ്പാറ വഴി പോകുന്ന ബസ്സുകളും പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ ഏകദേശം 4-5 ബസ്സുകൾ പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ പോലെ ഈ പരിസരം ചുറ്റോട്ടൊക്കെ കാണാം. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ലൈന് പോകണ കാണും. ആ ലൈന് നമ്മളെ വീടിൻ്റെ മുകളിലൂടെ അല്ല, ഒരു കോർണർ അപ്പുറത്തെ ഭാഗത്തൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലെത്തി പരിസരമൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ അത് കൂടെ ഒരു 110 kV ലൈന് പോകണ കാണാണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കുമ്പോഴും അതിൽ ഒരു വെള്ള ഷർട്ടിൽ കറുത്ത പുള്ളി കാണുമ്പോൾ ആ കറുത്ത പുള്ളി അതിൽ കറുത്ത പുള്ളി ഉണ്ട് പറയില്ലേ. അത്രയും വലിയ വെള്ളമുണ്ടെന്ന് പറയില്ല. അപ്പോൾ അതേപോലെ ആയിരിക്കും കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്ന് നോക്കി അറിയാൻ പറ്റും നമ്മളെ വീടിൻ്റെ കറക്റ്റ് ഈ മുകളിലൂടെ അല്ല, അതിൻ്റെ അപ്പുറത്താണ്. അതായത് കോർണർ, നമ്മൾ പ്രോപ്പർട്ടിയുടെ ഒരു കോർണറിലൂടെയാണ് ആ ലൈന് പോണത്. പിന്നെ അതിനപ്പുറത്ത് നമ്മുടെ പ്രോപ്പർട്ടി വേറെ പ്രോപ്പർട്ടിയാണ്. ഏകദേശം ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ആ ലൈന് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ. പത്തിരിപ്പാല ടൗണിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരത്തിലെന്ന് പറയാം. അതേപോലെ വളരെ മരങ്ങൾ കൊണ്ടും പഴങ്ങൾ കൊണ്ടൊക്കെ സമ്പൽ സമൃദ്ധമായി വെറുതെ പറയലാണ്. അങ്ങനെ ഇതൊന്ന് നോക്കിയേ, മാമ്പഴങ്ങളുടെ തേനൂറും മാമ്പഴങ്ങളുടെ ഒരു എന്താ പറയുക, മരത്തിലൊന്നും കയറണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പഴുത്ത മാങ്ങ ഇങ്ങനെ പൊട്ടിക്കാം അല്ലേ. ഒന്നും കഴുകേണ്ട ആവശ്യം കൂടിയില്ല, അത്ര എന്താ പറയുക. ബിസ്മില്ലാ. നല്ല മധുരം. അപ്പോൾ കുറച്ചൊക്കെ പൊടി ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. 1-2 അല്ല, സത്യം പറഞ്ഞാൽ മാമ്പഴത്തിൻ്റെ അല്ലെങ്കിൽ മാങ്ങയുടെ കനം കൊണ്ടൊരു കൊമ്പ് പൊട്ടിയണം. വെറുതെ പറയല്ലേ കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നാൽ വീടെടുക്കാനേ, അപ്പോൾ വലിയൊരു കൊമ്പ് ഇങ്ങനെ പൊട്ടി ചാടി കിടക്കണം. ഇതാണോ ഈ കൊമ്പ്? അത് മൊത്തം എടുത്ത് ക്ലീൻ ചെയ്ത് മൊത്തം കളഞ്ഞാൽ
അപ്പോൾ അത്രത്തോളം മാമ്പഴം ഉണ്ടാകുന്ന അടിപൊളി മാവാണ്. ഇഷ്ടം പോലെ ഇരട്ടക്കുട്ടികളെ പോലെ ഇങ്ങനെ ഒരു മരത്തിന് ഇങ്ങനെ രണ്ട് വലിയ മാവാണിത്. നിറച്ച് മാമ്പഴമാണ്. ഒക്കെ പഴുപഴുത്ത് നിൽക്കണുണ്ടോ, ഒക്കെ നിൽക്കണുണ്ടോ. അപ്പം മാമ്പഴത്തിനൊന്നും വില പറയുന്നില്ല കേട്ടോ. മാമ്പഴവും ചക്കപ്പഴമൊക്കെ ഫ്രീ, നമ്മൾ സ്ഥലത്തിന് മാത്രം. ഈ ഒരു റോഡരികിൽ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. നമുക്ക് അപ്പുറത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ ഒരു റോഡിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ആ കണ്ണ് തന്നെയാണ്, ആ കാറൊക്കെ നിൽക്കുന്നത് തന്നെയാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. അതിൻ്റെ ഓപ്പോസിറ്റ് നഗരപ്പുറത്ത് അങ്ങോട്ടുള്ള ചേർമ്പാലക്കുള്ള റോഡ് കാണാം. KSEB തൊട്ടടുത്ത് തന്നെ നോക്കിയാൽ കാണാം. പത്തിരിപ്പാല ടൗണ്, പത്തിരിപ്പാല ഗവൺമെൻറ് സ്കൂൾ അല്ലേ, വലിയ സ്കൂളുണ്ട് പത്തിരിപ്പാല. അതേപോലെ മൗണ്ട് സീൻ അടുത്താണ്. പിന്നെ പത്തിരിപ്പാല സൗകര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം സൗകര്യങ്ങൾ പത്തിരിപ്പാല. ഒരു സെൻറ്റിന് 1 കോടി രൂപയ്ക്ക് വിറ്റ സ്ഥലങ്ങളാണ് പത്തിരിപ്പാലയിലുള്ളതല്ലേ. ഇപ്പം ലാസ്റ്റൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ 1 സെൻറ്റിന് 45 ലക്ഷം രൂപയാണ് പത്തിരിപ്പാല ടൗണിലെ വില. അത് നിങ്ങൾ വന്ന് നോക്കിയാൽ പാലക്കാട് ടൗണിൽ 45-46 ലക്ഷം ഉള്ളത്. അതേ വില അല്ലെങ്കിൽ അതിനേക്കാൾ 1 ലക്ഷം കൂടുതൽ കൊടുക്കണം പത്തിരിപ്പാല സെൻറ്ററിൽ 1 സെൻറ്റ് സ്ഥലം കിട്ടാനും. അപ്പോൾ അവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തിലാണ്. നമുക്കിത് നിയറസ്റ്റ് ആയിട്ട് പത്തിരിപ്പാലയ്ക്ക് അടുത്താണ്. ഒരു മാന്യമായ വിലയ്ക്ക് കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീടായിട്ട് നിലനിർത്തി അങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ ഇനി ഇതൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കണം അങ്ങനെ. അതല്ലെങ്കിൽ ഈ തണലും തണുപ്പൊക്കെ എന്താ പറയുക, ഒരു എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. ഒരു ചില ആളുകൾക്കുണ്ടാകും ഓൾഡ് ഏജ് ഹോം തുടങ്ങണം, അപ്പോൾ കുറേ അകത്തേക്ക് പോകാൻ പറ്റില്ല, ഒരു 10-15 സെൻറ്റ് സ്ഥലം വേണം, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ, ഒരു പിന്നെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ, കാരണം റോഡ് സൗകര്യമാണ് മെയിൻ റോഡ് തന്നെ കാലെടുത്ത് വെച്ച് ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവർ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ, അവർക്ക് വേണ്ട നിഷാദിൻ്റെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും നമ്മളെ ഓഫീസ് നമ്പറും അല്ലെങ്കിൽ എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, അവരുടെ നമ്പർ കൊടുത്തോന്ന് പറയാൻ കൊടുക്കാം. കാരണം അവർ ഞാൻ ഡൽഹി സെറ്റിൽഡ് ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓടി വരാനോ ഇവിടുന്ന് സ്ഥലം കാണിച്ചു കൊടുക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓഫീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു വീടും പരിസരം ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ മോർ ഡീറ്റെയിൽസ്, വില, കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും. കാരണം പെട്ടെന്നൊരു വില പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും കൂടെ ആകണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പത്തിരിപ്പാലയ്ക്ക് പരിസരത്ത് കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞത് വിലകളൊക്കെ നിങ്ങൾക്കറിയാം. വാങ്ങിക്കാൻ വരുന്നത് എന്തായാലും നല്ലയിടത്ത് അന്വേഷിച്ചിട്ട് വരിക. ഒരു മാന്യമായ വിലയ്ക്ക് ഈ ഒരു വീടും സ്ഥലവും കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു മനോഹരമായ വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാതെ ബൈ ബൈ.